ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നത് വാറ്റിൽ എങ്ങനെയാണ് പർച്ചേസ് റിപ്പോർട്ട് ചെക്ക് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് നമ്മൾ റിപ്പോർട്ട്സ് ടാബിൽ ക്ലിക്ക് ചെയ്യണം. ഓക്കെ, ഇതാണ് നമ്മളുടെ റിപ്പോർട്ട് ടാബ്. റിപ്പോർട്ട്സ് ടാബിൽ ക്ലിക്ക് ചെയ്യുക, അതിൽ പർച്ചേസ് റിപ്പോർട്ട്. ഓക്കെ, അതിൽ നമ്മൾ പർച്ചേസ് റിപ്പോർട്ട് സെലക്ട് ചെയ്യണം. പർച്ചേസ് റിപ്പോർട്ട് സെലക്ട് ചെയ്യുമ്പോൾ ഇതിൽ നമുക്ക് ഡേ വൈസ് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആയിരിക്കും. ഇതാണ് നമുക്ക് ഡേയ്സ്, ഫ്രം ആൻഡ് ടു ഡേറ്റ് നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇന്നത്തെ പർച്ചേസ് റിപ്പോർട്ട് മാത്രം കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 2 days ഡേറ്റ് സെലക്ട് ചെയ്യാം. അതുള്ള 1 month കാണുന്നുണ്ടെങ്കിൽ 1 monthലെ ഡേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ജസ്റ്റ് ഈ മാസത്തിലെ ഡേറ്റാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ വ്യൂ റിപ്പോർട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ മാസം നമ്മൾ ചെയ്തിട്ടുള്ള പർച്ചേസ് ഡീറ്റെയിൽസ് നമുക്കിവിടെ അവൈലബിൾ ആയിരിക്കും. പിന്നെ ഇതിൽ പല പാരാമീറ്റേഴ്സ് വെച്ച് നമുക്ക് പർച്ചേസ് റിപ്പോർട്ട് ചെക്ക് ചെയ്യാൻ പറ്റും. കാറ്റഗറി വൈസ് ചെക്ക് ചെയ്യാൻ പറ്റും, പ്രോഡക്റ്റ് നെയിം വെച്ച് സെർച്ച് ചെയ്യാൻ പറ്റും, സപ്ലയർ നെയിം വെച്ചിട്ട് സെർച്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ സപ്ലയറിൽ നിന്ന് നമ്മൾ എന്തൊക്കെ സാധനങ്ങളാണ് വാങ്ങിയെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ആ പർട്ടിക്കുലർ സപ്ലയറിൻ്റെ നെയിം സെലക്ട് ചെയ്യുക, വ്യൂ റിപ്പോർട്ടിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഈ സപ്ലയറുടെ കയ്യിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് ലഭിക്കും. ഇത് കൂടാതെ ഇപ്പോൾ നമുക്കൊരു കാറ്റഗറി വൈസ് ചെക്ക് ചെയ്യണം. ഇപ്പോൾ എനിക്ക് ജനറൽ കാറ്റഗറിയിലെ പർച്ചേസാണ് അറിയുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ആ കാറ്റഗറി സെലക്ട് ചെയ്ത് കൊടുക്കുക. ഏതാണോ നമ്മളുടെ കാറ്റഗറി ആ കാറ്റഗറി ഇവിടെ സെലക്ട് ചെയ്യുക. എന്നിട്ട് വ്യൂ റിപ്പോർട്ടിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പം ഞാൻ ജനറൽ ക്ലിക്ക് ചെയ്തു, വ്യൂ റിപ്പോർട്ട്. ഓക്കെ, ഇപ്പോൾ ജനറൽ കാറ്റഗറിയിൽ ഞാൻ വാങ്ങിയ സാധനങ്ങളുടെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ അവൈലബിൾ ആവുന്നത്. അതേമാതിരി പ്രൊഡക്റ്റ്, ഇപ്പോൾ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് എന്നൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തിട്ട് വ്യൂ റിപ്പോർട്ടിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ പർട്ടിക്കുലർ പ്രൊഡക്റ്റിൻ്റെ പർച്ചേസ് ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് റീറ്റെയിൽ ഐഡി സോഫ്റ്റ്വെയറിലെ പർച്ചേസ് ചെക്ക് ചെയ്യാൻ പറ്റുന്ന. റിപ്പോർട്ട്സിൽ പോവുക, റിപ്പോർട്ട്സിൻ്റെ അകത്ത് പർച്ചേസ് റിപ്പോർട്ട്. That is Retail Daddy. Thank you for watching this video. Thank you.